ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു റൂമിൻ്റെ, അതായത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്ന 2 വേ സ്വിച്ചും അതിൻ്റെ എൻട്രൻസിലേക്ക് കയറുന്ന 2 2 വേ സ്വിച്ചുകളും അതിൻ്റെ ബന്ധപ്പെട്ട വയറിങ്ങിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ബെഡ്റൂമിലേക്ക് കയറുന്ന അതിൻ്റെ ഒരു ഫസ്റ്റ് സ്വിച്ചാണ് വരുന്നത്. അത് നമുക്ക് കാണാൻ 2 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 2 2 വേ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ലൈറ്റിനും ഒരു ഫാനും 2 വേ സ്വിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ 2 വേ കൊടുക്കുന്ന സമയത്ത് കളർ കോഡിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ നീല വയർ കൊടുത്തു, രണ്ടാമത്തെ സെക്ഷനിൽ ചുവപ്പ് കളറിൻ്റെ 2 വയർ കൊടുത്തു. അത് 2 2 വേ ആണ് വരുന്നത്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത ശേഷം വരുന്ന സീലിംഗ് ലൈറ്റ്സുകൾ കാര്യങ്ങളുണ്ട്. അതിന് കൊടുത്തതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ഫേസാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഫേസ് കൊടുക്കണം, ഒരു സ്ഥലത്ത് 2 വേ സ്വിച്ചിൽ ഒരു സ്ഥലത്ത് ഫേസ് കൊടുക്കണം, ഒരു സ്ഥലത്ത് നമ്മൾ ലീഡുകൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ ഒരു പ്ലഗ് വരുന്നുണ്ട്. അപ്പോൾ പ്ലഗിന് വേണ്ടിയിട്ട് നമ്മളൊരു അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഫേസ്, ന്യൂട്രൽ, എർത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫേസ് ഈ പ്ലഗ് വേണമെങ്കിൽ നമുക്ക് റൂമിലായതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടർ ഫേസ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഫേസ് ആണെങ്കിൽ സാധാ ഫേസ് കൊടുക്കാം. അതായത് മൊത്തം ഒരു ജംഗ്ഷൻ പോലെ വരുന്നതുകൊണ്ട് എല്ലാ ന്യൂട്രലുകളും ഒന്നിച്ച് ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലിങ്കിലേക്ക് കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ ആദ്യത്തെ 2 2 വേ, ഈ 2 2 വേ ഒന്ന് നമ്മുടെ മെയിനായിട്ട് വരുന്നത് ട്യൂബ് ലൈറ്റും, രണ്ടാമത് വരുന്നത് നമ്മുടെ ഫാനുമാണ്. അതേ പൊസിഷൻ തന്നെ. ആദ്യം നമ്മളവിടെ നീലയാണ് കൊടുത്തത്, കണ്ടോ? നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? ഇപ്പുറത്തെ സൈഡ് നമ്മൾ ബെഡിനോട് ചേർന്ന് കിടക്കുന്ന സൈഡിലാണ് ആദ്യത്തെ 2 വേ വരുന്നത്. ആ 2 വേയിൽ ആദ്യം കൊടുത്തിരിക്കുന്ന നീലയുടെ തന്നെ സെക്ഷനാണ്. പിന്നെ വരുന്ന നീല എന്ന് ഉദ്ദേശിച്ച് ട്യൂബ് സെക്ഷൻ, അതായത് ലൈറ്റിൻ്റെ സെക്ഷൻ. അത് അങ്ങനെ തന്നെ കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നത് ഫാനിൻ്റെ സെക്ഷനാണ് വരുന്നത്. ഫാനിൻ്റെ 2 വേ വരുന്നത് റെഡാണ് വരുന്നത്. ആ റെഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ? അവിടെ ആ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ വേണം നമ്മുടെ ഈ ബെഡ് സ്വിച്ചിൻ്റെ അകത്തും കൊടുക്കാനായിട്ട്. അവിടെ ഏതാണോ ആദ്യം കൊടുത്തിരിക്കുന്നത്, നീല വയറാണോ ആദ്യം ലൈറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ലൈറ്റിന് വേണ്ടി ഇവിടെ നമ്മൾ ലീഡ് കൊടുത്തു. പിന്നെ നമ്മൾ ആ 2 സെക്ഷനിൽ കണ്ട 2 2 വേ സ്വിച്ചിൻ്റെ താഴെ മുകളിലുമായിട്ടാണ് കൊടുത്തത്. പിന്നെ ആ 2 വേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നമ്മൾ ട്യൂബിൻ്റെ ലീഡ് കൊടുക്കും. പിന്നെ ഇതുപോലെ തന്നെ ഫാനിന് വേണ്ടിയിട്ട് ഫാനിൻ്റെ 2 2 വേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ ഫാനിൻ്റെ റെഗുലേറ്ററിലേക്കാണ് പോകുന്നത്. ഫാനിൻ്റെ റെഗുലേറ്റർ വഴി ഫാനിലേക്ക് പോകുന്നു. സിമ്പിളാണ്. അതായത് 2 2 വേ സെക്ഷനിൽ 2 മുകളിലും താഴുമായിട്ട് 2 വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചതിന് ശേഷം ലിങ്ക് ചെയ്യുക. സെൻറ്ററിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻവെർട്ടർ ഫേസ് കൊടുക്കുക. രണ്ടാമത്തെ സെക്ഷനിൽ 2 വേയിൽ വരുന്നതിന് ഏതാണോ ലീഡ് വരുന്നത്, അല്ലെങ്കിൽ ലീഡ് അല്ലെങ്കിൽ ഏതാണോ ട്യൂബ് സെല്ലിൽ കൊടുക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ 2 വേ കൺട്രോളിങ് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്, ഒരു പിക്ചർ ലാമ്പ് എക്സ്ട്രാ വരുന്നുണ്ട്. അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇൻവെർട്ടറിലേക്കാണ് ഈ പ്ലഗ് കൊടുത്തത്. ബെഡ് സ്വിച്ച് ആയതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടറിൽ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം മൊബൈൽ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇൻവെർട്ടറിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ആ ഇൻവെർട്ടർ കൊടുത്തു, അതിനുശേഷം ന്യൂട്രൽ കൊടുത്തു, അതിനുശേഷം ന്യൂട്രലെല്ലാം ലിങ്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം വരുന്ന എർത്ത് കൊടുത്തു. ഇത് ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നുകൊണ്ട് വരുന്ന പ്ലഗ്ഗുകളാണെങ്കിൽ, ഏത് ടൈപ്പ് പ്ലഗ്ഗുകളാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തത്. ഈ ലെഗ്രാൻഡിൻ്റെ ഒരു മോഡൽ വരുന്നുണ്ട്. ലെഗ്രാൻഡിൻ്റെ ഈ മോഡലിൽ ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണെങ്കിലും അതിൻ്റെ ആംബിയർ ഏകദേശം 13 ആംബിയർ വരെ, അത്രയും ആംബിയർ വരെ നമുക്ക് കിട്ടും. അപ്പോൾ ശരിക്കും നമുക്ക് ഇൻ്റർനാഷണൽ പ്ലഗ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആംബിയർ കിട്ടുന്ന രീതിയിലാണ് ആ ലെഗ്രാൻഡ് ഈ മോഡൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.